ഹലോ ഗൈസ്, ഡേവിഡ് ഗെയിമിംഗ് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് മലേഷ്യയുടെ ഡേ 1 ആണ്. നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, ഫ്ലൈറ്റ് കയറി ഇവിടെ ഇറങ്ങണമെന്ന് ഞാൻ ഇട്ടില്ല. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് മുതൽ ഡേ 1 തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അധികം വൈകാണ്ട് ഇപ്പോൾ എയർപോർട്ടിൽ തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ ഒത്തിരി കടകളൊക്കെ ഉണ്ട്. മലേഷ്യൻ എയർപോർട്ടല്ലേ, ഒത്തിരി കടകളൊക്കെ ഉണ്ട്. ഇപ്പോൾ എയർപോർട്ടിലാണ്. ഇപ്പോൾ ഫുഡ് കൗണ്ടറിലേക്ക് പോകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോകും. അതിന് ശേഷം പിന്നെ കാണും. എന്നിട്ട് ചെക്ക് ഇൻ ചെയ്യണത് 3 മണിക്കാണ്. അതുവരെ പുറത്തായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മാത്രമേ ഹോട്ടലിൽ പോകുള്ളൂ. അത് കഴിഞ്ഞാൽ ഫുള്ള് പുറത്തായിരിക്കും. ഗൈസ് കണ്ടോ ഗൈസ്, ഗ്രിൽഡ് കോഴീനെ തൂക്കിയിട്ടുണ്ട്. ഓ മൈ ഗുഡ്നസ്. ആ വെള്ള കളറിലത് ഗ്രില്ല് ചെയ്യാത്തതാന്ന് തോന്നുന്നു. ഈ വെള്ള കളർ ഇവിടെ ഒത്തിരി ഇങ്ങനെ കാണാണ്ട്. ഇങ്ങനെ യാത്ര ഇടയുണ്ട്. ഇന്റർനെറ്റൊക്കെ ഫ്രീ ആണെന്നാണ് പറയണമെന്നാണ് തോന്നണത്. അങ്ങനല്ല, പൈസ കൊടുക്കണം. ഒത്തിരി പൈസയാണ് ഗൈസ്. ഇവിടുത്തെ പൈസയൊക്കെ ഒത്തിരി പൈസ, ആറമ്മൊക്കെ ഒത്തിരി ഉണ്ട്. അതുകൊണ്ടൊന്നും ചെയ്യണില്ല ഗൈസ്. നമ്മളപ്പോൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറിയിട്ടുണ്ട്. ഭയങ്കര വലിയ ബസ്സാട്ടോ. തായ്ലാൻഡിൽ പോയപ്പോൾ ആകെ 20 പേരുണ്ടായിരുന്നുള്ളൂ. 54 പേരുണ്ട് ഗൈസ്. അതുകൊണ്ട് ഭയങ്കര വലിയ ബസ്സാണ്. ഗൈസ് ഭയങ്കര വെയിലുള്ള കാരണമാണ് തൊപ്പിയും കണ്ണാടിയൊക്കെ വെച്ചേക്കുന്നത്. ഇത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല, കണ്ണൊക്കെ അടിച്ചു പോകും ഗൈസ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതിന് ശേഷം കഴിച്ചു. പൂരി, ഉഴുന്നുവടയും പിന്നെന്തോ ചിക്കൻ റോള് പോലത്തെ ഒരു പൊട്ടറ്റോൻ്റെ സാധനമായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അൺലിമിറ്റഡ് ആണ് ഗൈസ്. ബൊഫേ ആയിരുന്നു. ബൊഫേ ഒത്തിരി കറികളുണ്ടായിരുന്നു. സാമ്പാർ, ചട്നി, മോരുകറി എന്തൊക്കെ ഒത്തിരി കറികളുണ്ടായിരുന്നു. പിന്നെ ദോശയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ കാട്ടിത്തരാം. ഇതേ ഗൈസ് എന്താ പറയുക, മലേഷ്യയുടെ ഫ്ലാഗും പിന്നെ വേറെ ഏതൊക്കെയോ ഇതിൻ്റെയൊക്കെ ഫ്ലാഗും കുത്തിയിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ ഇല്ലേ അറ്റത്ത് കാണുന്ന ഫ്ലാഗ് ഗൈസ്, ഈ പച്ച ഇത് പാകിസ്ഥാൻ്റെ അല്ലേ. കണ്ടിട്ട് പാകിസ്ഥാൻ്റെ പോലെ തോന്നി. എനിക്കറിയില്ല കേട്ടോ ആണോ ഇല്ലയോന്ന്. അവരൊക്കെ അവിടെ എത്തി. ഞാൻ ഒറ്റയ്ക്കാണല്ലോ, വേഗം നടന്നു പോട്ടെ. അവർ പിന്നെ ഗ്രൂപ്പാണ്. എൻ്റെ ഫാമിലി ആണെങ്കിൽ ഏറ്റവും മുന്നേ പോയി. ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി പിന്നാലെ വന്നതാണ്. ഇതൊക്കെ കാണാൻ വെച്ചാൽ നല്ല രസമുണ്ടല്ലേ ഗൈസ്. പിന്നെ ഇതിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇവിടെ എന്താ എഴുതിയിട്ടുണ്ട്, ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരാന്ന് തോന്നുന്നു, പുട്ടരാജയോ. എനിക്കെന്താണെന്നറിയില്ല, വായിക്കാൻ കിട്ടുന്നില്ല. പിന്നെ അവിടെ ഇത് ഞാൻ എവിടെ കണ്ടുവരിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ വലിയൊരു സാധനം എനിക്ക് അറിയില്ല. ഞാൻ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ വൈറ്റ് അല്ല കേട്ടോ പറഞ്ഞത്. അങ്ങോട്ട് നോക്കി ഇതേ ഒരു സാധനം കണ്ടോ. സർക്കിൾ ഇത് കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു കുത്തനെ നിന്നിട്ട് നെറ്റ് പോലെ കണ്ടോ ഈ സാധനം ഗൈസ്. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ വേറെ എവിടെയാണ് കണ്ടിട്ടുണ്ട്. ഈ വെള്ള സാധനം അല്ല കേട്ടോ. ഇത് മറ്റേ എന്താ മുസ്ലിംസിൻ്റെ പ്രാർത്ഥിക്കുന്ന സ്ഥലം കണ്ടോ. കയറാനൊക്കെ പറ്റും, ആണുങ്ങൾക്ക് കയറാം. മുസ്ലിം അല്ലെങ്കിലും ആണെങ്കിലൊക്കെ. പെണ്ണുങ്ങൾക്ക് മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും മറ്റേ സാധനമൊക്കെ ധരിക്കണം. എന്താ പറയുക, മറ്റേ ഇത് കറുത്ത ഡ്രസ്സ് ഉണ്ട്, അതുകൂട്ട് കറുത്ത ഡ്രസ്സില്ലേ, അതുകൂട്ട് അത് ധരിക്കണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ ഗൈസ്. ഇതൊരു മെനക്കെട്ട പണിയായി പോയിട്ട്. ഇവിടെ ലേഡീസിന് ഇത് കൂട്ട് ഡ്രസ്സ് ഇടണം. ഡ്രസ്സില്ല അല്ലേ, ഈ ഡ്രസ്സ് കൊള്ളില്ല ഗൈസ്. പക്ഷെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം. ഡ്രസ്സ് ഇടണമെന്ന് ഇവിടെ കമ്പൽസറിയാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടോ മുസ്ലിമുകളുടെ പള്ളിയുടെ ഉള്ളിൽ കയറണം. ഇത് എന്ത് വലുതാണ്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു പള്ളിയുടെ ഉള്ളിൽ കയറണം. മുസ്ലിമുകളുടെ ആണെങ്കിലും ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും എൻ്റെ മോനെ എന്ത് വലുതാണെന്നറിയോ. ഈശോയെ എന്തൊരു വലുപ്പാ. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ പള്ളി നേരിട്ട് കാണണം. വൈകന്നെ അവിടെ ഒത്തിരി പ്രാർത്ഥന പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബൈബിള് പോലത്തെ മുസ്ലിംസിൻ്റെ അവിടെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അവിടെ മെയിൻ സ്ഥലം തോന്നുന്നു പ്രാർത്ഥിക്കണേൻ്റെ. എനിക്കറിയില്ല, അവിടെ ഒത്തിരി ഉണ്ട്. അവിടെ എന്തൊക്കെയോ പോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ലിങ്ക്ഡിൻ ഇതെങ്ങനെ കയറും. ഇവിടെ മുസ്ലിംസിന് മാത്രമേ എൻട്രി ഉള്ളൂ കേട്ടോ.
എന്നെയൊക്കെ വേറെ വഴിയാണ് കയറ്റി വിട്ടെങ്കിൽ. അല്ല, എൻ്റെ ഫാമിലി എവിടെയാണല്ലോ നിൽക്കണം, ഞാൻ മാത്രമായിട്ട് ഞാൻ ഇവിടെ നിൽക്കണം. ഞാൻ ഈ വരിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് കിടന്നു നോക്കട്ടെ. ആരും കാണരുത്, അല്ല ആരും നോക്കരുത്, ആരും നോക്കില്ല. 3, 2, 1. കിടന്നു ഗൈസ്, കിടന്നു. ഇത് കഥാപുസ്തകങ്ങളായിരുന്നോ? ഗൈസ്, ഇത് കഥാപുസ്തകങ്ങളാ. സേ നോ ടു ഡ്രഗ്സ് എന്നായിരിക്കും അല്ലേ? ഇവിടെ എന്തൊക്കെയോ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? എന്തൊക്കെയൊക്കെയോ എഴുതിയിട്ടുള്ളത്. എനിക്കറിയില്ല എന്തൊക്കെയൊക്കെയോ എഴുതിയിട്ടുണ്ട്. കുറേ പോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട ഗൈസ്, ഇതൊക്കെ ഇവിടെയൊക്കെ ലൈറ്റ് ഇടുമ്പോൾ സീനവും. ഇതൊക്കെ കണ്ട ലൈറ്റ് ഇടുമ്പോൾ സീനവും. എന്ത് വലുതാല്ലേ ഗൈസ്. ഇപ്പം നമ്മൾ വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുഞ്ഞ് വെള്ളം പോലെയൊക്കെ ഉണ്ട്. ഇവിടെ മീനുണ്ട്? ഇല്ല ഗൈസ്, മീനൊന്നുമില്ല, വെറുതെ വെള്ളമാക്കി വെച്ചേക്കാണ്. പിന്നെ ഇവിടെ നല്ല ഫൗണ്ടൈനൊക്കെ ഉണ്ട്. അവിടെ നല്ല കാഴ്ചയൊക്കെ കാണാനുണ്ട്. ഇവിടെ ഫൗണ്ടൈൻ ഉണ്ട്. അവിടെ പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ കാണാണ്ടോന്നറിയില്ല, ഒരു വലിയൊരു കൈ ഉണ്ട് ഗൈസ് അവിടെ. സ്കൂൾ കുട്ടികളൊക്കെ, ഇവിടുത്തെ സ്കൂൾ കുട്ടികളൊക്കെ നോക്കി ഗൈസ്, എന്ത് രസമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള താജ്മഹൽ പോലെ. താജ്മഹൽ ഇന്ത്യയിലല്ലേ? അതേപോലെയൊക്കെ അല്ലേ? താജ്മഹലിൻ്റെ സ്ട്രക്ചറാണല്ലോ. ശരിയാ, ഫ്രണ്ടിൽ നോക്കുമ്പോൾ താജ്മഹലിൻ്റെ സ്ട്രക്ചറാണ് ഗൈസ്. ഗൈസ്, ആ സാധനമില്ലേ, അതാണ് നേരത്തെ ഞാൻ അവിടെ വെച്ച് പകുതി കണ്ടിട്ട് പറഞ്ഞത്. ഇതാണ് അതിൻ്റെ മുഴുവൻ സാധനം. ഇതിനു മുന്നേ എനിക്ക് എവിടെയോ കണ്ടുപരിചയമുണ്ട് ഗൈസ്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയില്ല, അതാണിത്. ഇപ്പോൾ മലേഷ്യത്തെ ചൈനയിലാണ് ഞാൻ. നിങ്ങൾ മലേഷ്യക്ക് വന്നവർ മനസ്സിലായിട്ടുണ്ടാവും. മലേഷ്യത്തെ ചൈനയിലാണ് ഗൈസ് ഞാനിപ്പോൾ ഉള്ളത്. കണ്ടില്ലേ, മലേഷ്യത്തെ ചൈനയിൽ. ഇവിടെ ഉണ്ട് ഗൈസ് ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് വന്നവർക്കറിയാം. ഇതിങ്ങനെ ഒക്കെ കൂടി അങ്ങോട്ട് എടുത്തിട്ട് എന്ന് പറഞ്ഞിടുമ്പോൾ ഒരെണ്ണം പൊങ്ങി നിൽക്കും. ഇല്ല ഏതെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ നമ്പർ നോക്കി ഇവിടെ ഒത്തിരി ഇങ്ങനെ കള്ളികളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. എനിക്ക് കിട്ടിയത് ഇതാട്ടോ. ഇത് എന്തിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കിട്ടിയത്. നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ ആയിട്ട് വെച്ചുതരാം. ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഇതേ ഇവിടെ വരണുണ്ട്, പിന്നെ പുറത്ത് വരണുണ്ട്. ഒക്കെ സെയിം ആട്ടോ. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പുറത്ത് പോയി ഗൈസ്, ഇവിടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. ചൈനീസിൻ്റെ ഒരു വിശ്വാസം എന്താ, ഇതാണ് പുറത്തുള്ളത്. ഇപ്പുറത്തും ഉണ്ട് വരണം. അല്ല സോറി, ഇതല്ല കേട്ടോ, അത് നേർച്ചപ്പെട്ടിയാണ്. ഇതാണ് സംഭവം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴേക്കും ഉണ്ട് കേട്ടോ. ഇതാ വേണ്ട 2 in 1 എന്ന് പറയില്ല, അതാണ് ഗൈസ്. ഇത് ഒരു വെടിക്ക് 2 പക്ഷി. മലേഷ്യയിൽ വന്നപ്പോൾ ചൈനയും കൂടി കുറച്ച് കാണാൻ പറ്റി. ഗൈസിൻ്റെ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ കറക്റ്റ് ചൈനീസ് ഫീൽ വരുന്നുണ്ട്. പക്ഷെ ഇത് ശരിക്കും ആ ബാമ്പു അല്ല, ചൈനയിലൊക്കെ കാണുന്ന മാതിരി. അത് മറ്റേ ഇതാണ്, എന്താ പറയുക, സിമെൻറ്റ് ബാമ്പുവിൻ്റെ ടൈപ്പിലാക്കുകയാണ്. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ്. ഇത് നല്ല രസമുണ്ട്, കീലോക്കുമായി. പിന്നെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഒത്തിരി കാഴ്ചകൾ. ഫൗണ്ടൈനൊക്കെ ഉണ്ട്, ചെറുതായിട്ട് ഫൗണ്ടൈൻ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തിട്ടത്? ചൈനീസിലത്തെ രാജാക്കന്മാരാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇവിടെ എന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോന്നും ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അല്ല, ഇത് ഫുള്ള് ഇംഗ്ലീഷിലുള്ള എഴുതിയേക്കണം. ഓ മൈ ഗുഡ്നസ്, ഫുള്ള് ഫോട്ടോ എടുക്കുമ്പോഴേക്ക് സമയം ഒത്തിരി ആവുമല്ലോ. അറ്റം വരെ ഉണ്ട്, ഇതും അറ്റം വരെ ഉണ്ട് ഗൈസ്. പിന്നെ ഇത് കണ്ട, ഇത് കല്ല് ഒട്ടിച്ച് വെച്ചേക്കണത് കേട്ടോ. കല്ലുകൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കണതാ. ഇത് കണ്ട, ഇതൊക്കെ ഓരോ ഡിസൈനിൽ ഒട്ടിച്ച് വെച്ചേക്കണം. പിന്നെ ഇതാ ഫുഡ് കോർട്ടാന്ന് തോന്നുന്നു. പിന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണോ
ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ആ ടെമ്പിള്. ഗൈസ് നോക്കിയ ഗൈസ്, ഇവിടെ ഫൗണ്ടൻ്റെ അടുത്താണ്. എന്ത് രസമല്ലേ, സോപ്പും വെള്ളമാണോ ഇത്? നോക്കിയ പത തീർക്കുന്നത് സോപ്പും വെള്ളമാണോ? പറഞ്ഞോട് ആണെന്നുണ്ട്, നിങ്ങൾക്ക് കാണണ്ടോ? എനിക്കാണെങ്കിൽ കയറി നിൽക്കാനും പറ്റില്ല, എന്നാൽ വെയിലടിക്കുന്നുണ്ട്. ആമയൊന്നുമില്ല ഗൈസ്, അവള് തള്ളി വിടുന്ന ആമ നിങ്ങൾക്ക് കാണാണ്ടോന്ന് അറിയില്ല. അപ്പം വെയിലടിക്കണ കാരണം എനിക്കൊന്നും കാണാനില്ല. സീൻ വണ്ടി, ഏതാണോ വണ്ടി ഗൈസ്? ഞാൻ നേരത്തെ ഒരു സീൻ വണ്ടി എന്ന് പറഞ്ഞില്ല, അതേതാ വണ്ടിന്ന് മനസ്സിലായൊരു ഗസ് കേട്ടോ. അത് നിസാൻ GTRൻ്റെ പഴയ പണ്ടത്തെ മോഡലിൽ. അതാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല ഗൈസ്, പക്ഷെ അതാണ് നിസാൻ GTRൻ്റെ ഒരു സ്കൈലൈനിൻ്റെ പണ്ടത്തെ ഒരു മോഡലാണ് ആ കാർ. അത് സെറ്റ് വണ്ടി കേട്ടോ. അത്രയും പണ്ടത്തേട്ടും കൂടി ഗിയർ മാനുവലാണ്, അതിനകത്ത് മറ്റേ ഗിയർ 6 വരെയുണ്ട്. അത്ര പണ്ടത്തേട്ടും കൂടി വൈബ് വണ്ടി കേട്ടോ, നല്ല രസമാണ്. ഞാനതാണ് കുറച്ച് നേരം ഇവിടെ നിന്നിട്ടാണ് പോയത്. ഇവിടെ അലിന്ദുകാരായിട്ടാണ് വന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ അങ്ങ് അവിടെ എങ്ങാണ്ട് എത്തി. ഞാനൊക്കെ നടന്ന് പോകണം. ഗൈസ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ ടൊമാറ്റോ ബിരിയാണി, ചോറ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനെടുത്തത് ടൊമാറ്റോ ബിരിയാണി, പിന്നെ ഇത് വെറൈറ്റി ടൈപ്പ് പപ്പടം, അങ്ങനത്തെ ഒരു പപ്പടം, പിന്നെ കോളിഫ്ലവർ കറി, പിന്നെ ചിക്കൻ 65. ജ്യൂസൊക്കെ ഉണ്ട് ഗൈസ്. രാവിലത്തെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് പോലെയല്ല, ഈ ബൊഫ കുറച്ചുകൂടി സീനാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. നമ്മളപ്പോൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു. ഹോട്ടലായിരുന്നു ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു ഇവിടെ, കുഴപ്പമില്ല. ബൊഫേ അല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഫുഡായിരുന്നു. ഈ ഫുഡൊക്കെ ഇഷ്ടമായി. ബ്രേക്ക്ഫാസ്റ്റും ഇതും വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റേക്കില്ല. എന്നാലും എനിക്ക് രണ്ടും ഇഷ്ടമായി. പക്ഷെ കുറച്ചുകൂടി ഇഷ്ടമായത് രാവിലെ പൂരിയായിരുന്നു ഗൈസ്. ഞാൻ ഒത്തിരി നാളായി പൂരി കഴിച്ചിട്ട്, അതുകൊണ്ട് എനിക്ക് രാവിലത്തെയാണ് കുറച്ചുകൂടി ഇഷ്ടമായി തോന്നിയത്. ഡോണ്ട് മൈൻഡ്. പക്ഷെ സെറ്റപ്പ് ഇപ്പോൾ തന്നെയായിരുന്നു ഗൈസ്. ലഞ്ച് തന്നെയായിരുന്നു സെറ്റപ്പ്, നല്ല സെറ്റപ്പായിരുന്നു. ചോറ്, ടൊമാറ്റോ റൈസ്, പിന്നെ കോളിഫ്ലവർ കറി, ചിക്കൻ 65. എനിക്കറിയില്ല ഗൈസ്, ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു, ഞാൻ നോക്കിയില്ല. സെറ്റപ്പ് ലഞ്ചാണെങ്കിൽ എനിക്കിഷ്ടമായത് ബ്രേക്ക്ഫാസ്റ്റാണ്. കാരണം ഞാൻ പൂരി കഴിച്ചിട്ട് ഒത്തിരി നാളായി, അതുകൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ നേരെ ഹോട്ടലിൽ പോവാണ്. ഹോട്ടലിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമ്മളപ്പോൾ ഹോട്ടലിൽ കയറി. ഹോട്ടലൊന്നും കാണിച്ചില്ല. ഹോട്ടലിൽ കയറി ഇപ്പോൾ അടുത്ത് ട്വിൻ ടവർ കാണാൻ പോവുകയാണ്. എന്താ വെച്ചാൽ 2 ടവർ ഇങ്ങനെ നിൽക്കണത്, ട്വിൻ ടവർ കാണാൻ പോവുകയാണ്. ഹോട്ടലിൽ കയറിയ നല്ല ഹോട്ടലാട്ടോ. അതും കൂടി കണ്ടതിന് ശേഷം ഹോട്ടൽ അവസാനം കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഉറക്കത്തിലിരുന്നു, അതെല്ലാം കാട്ടാൻ പറ്റിയില്ല ഗൈസ്. നോക്ക് ഗൈസ്, ഇതെന്തോ ടവറാട്ടോ. എൻ്റെ പൊന്നെ, അതിൻ്റെ തുമ്പ് കാണും. 6 സൂമിലിട്ടാലൊന്നും കാര്യമില്ല ഗൈസ്, നല്ല ഹൈറ്റ് ആണ് ടവറിന് ഗൈസ്. പിന്നെ ഇതാണ് ട്വിൻ സിറ്റി, കാണാൻ നല്ല രസമുണ്ടല്ലേ. ആ പാലത്തിൽ കൂടെ നടക്കാൻ പറ്റുമോ ഗൈസ്? എനിക്കറിയില്ല കേട്ടോ, നടക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഏതൊക്കെയാലും ട്വിൻ സിറ്റി കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ഇതെന്തിട്ടാന്ന് എനിക്കറിയില്ല, മറ്റേ ചൈനീസ് ഫുഡില്ല, എന്താണ്ട് സുഷി പോലത്തെ, അതേപോലത്തെ എന്തോ ഒരു സാധനം പോലെ തോന്നുന്നുണ്ട്. ഇതെന്തോ ലൈറ്റ് വെച്ചിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ തോന്നുന്നു. ഇത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്കിതെന്താണെന്ന് അറിയില്ല ഗൈസ്. ഞാൻ പറഞ്ഞ സാധനം ഇല്ല, എന്തോ ചൈനീസത്തെ തിന്നാനുള്ള സാധനം പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കുറച്ച് നോട്ട്സ് ഒക്കെ കേട്ടിട്ടുണ്ട് ഗൈസ്. ഇതാട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ. പുറത്തുനിന്ന് പല കളറിൽ കാണുമെങ്കിലും അല്ല, ഉള്ളിലും കളർ മാറൂലേ. ഉള്ളിൽ വെച്ചാൽ ഒറ്റ കളറാണ്, പുറത്തത്തെ പോലെ പല കളറില്ല, ഒറ്റ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നോട്ട് വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് വായിച്ചോ ഗൈസ്. ട്വിൻ സിറ്റി ഇപ്പോൾ കുറച്ചുകൂടി നല്ല രസമായിട്ടാ. പിന്നെ ഈ ഗോൾഡൻ കളറുള്ള സാധനവും ട്വിൻ സിറ്റിയൊക്കെ നല്ല ഇപ്പോൾ രസമായി. ഇതാ കാണുന്ന സംഭവമില്ലേ, ഇവിടെ നിൽക്കാൻ നട്ടോ തോന്നണ്ടേ, ഈ കറുത്ത സാധനത്തില് എനിക്കറിയില്ല. ഇപ്പം എന്തായാലും നന്നായി രസമായിട്ടുണ്ട്.
ലൈറ്റ് ഒക്കെ ഇട്ടപ്പോൾ. ഗൈസ് ഇവിടുന്ന് ചന്ദ്രനെ കാണാനുണ്ട്. ചന്ദ്രനെ സൂം ചെയ്ത് നോക്കാം. ഇതാണ് ഗൈസ് മാക്സിമം സൂം. ഗൈസ് ജീവിതത്തിൽ ആദ്യമായി ഞാനിതാ നേരിട്ടൊരു F1 കണ്ടു ഗൈസ്. പക്ഷെ റോട്ടിലല്ലെങ്കിലും കുഴപ്പമില്ല, ഭിത്തിയിലെങ്കിലും വെച്ചേക്കണതായിട്ട് കണ്ടല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഗൈസ് ഞാൻ ഇന്നേ വരെ ഒരു F1 കണ്ടിട്ടില്ല. ഇപ്പം അങ്ങനെ F1 നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയേക്കുകയാണ്. ഞാൻ ഇപ്പോൾ ട്വിൻ സിറ്റിയുടെ ഉള്ളിലാട്ടോ. ട്വിൻ സിറ്റിയുടെ ഉള്ളിലാണ് ഈ F1 ഉള്ളത്. ഇത് ഓടണ F1 തന്നെയാട്ടോ ഗൈസ്. അപ്പോൾ ട്വിൻ സിറ്റിയുടെ മാളിൽ ഉള്ളിലൊക്കെ കണ്ടു. ഉള്ളിലൊക്കെ കയറിപ്പോയി കണ്ടു. വൈബായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ F1 അത് കണ്ടു എന്ന് പറഞ്ഞില്ല, അത് റിയൽ F1 അല്ലേ ഗൈസ്. നിങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പൊട്ടനാണോ. റിയൽ F1 ഒക്കെ ആൾക്കാർക്ക് ഉണ്ടാക്കിയാൽ വട്ടല്ലേ, എന്തൊക്കെയാ മോനെ നീ പറയണേന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ ആദ്യം ഓർത്തില്ല എന്നാണ് വിചാരിച്ചത് ഗൈസ്. പിന്നെ എൻ്റെ പപ്പ പറഞ്ഞപ്പോൾ മനസ്സിലായി. പിന്നെ അതിൻ്റെ അടിയിലൊക്കെ പോയി സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഫുള്ള് ഫൈബർ കുത്തിക്കയറ്റി വെച്ചേക്കാണ് ഗൈസ്. ഫുള്ള് സാധാ ഫൈബർ കുത്തിക്കയറ്റി വെച്ചേക്കാണ്, അത് ഒറിജിനൽ അല്ല. അപ്പോൾ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.